കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം ഭവനങ്ങളിലായിരിക്കുമ്പോഴും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സാധിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യകരമായ പദവി. നമ്മുടെ പ്രതിസന്ധികളൊക്കെ തീർന്ന് നമുക്ക് ദേവാലയത്തിൽ വരുവോളം ആരാധനയിലും പ്രാർത്ഥനയിലും നാം ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും ഹാർദമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ കാത്തിരുന്നവരുടെ മേൽ അഗ്നിമഴയായി പെയ്തിറങ്ങി ആത്മാവിനാൽ പ്രചോദിപ്പിച്ച് ശക്തി പകരുന്ന, പുതിയ ദിശാബോധം നൽകി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി അയച്ച നിന്റെ കാവലും കരുതലും ആശ്വാസവും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് കടന്നു വന്ന സഭയുടെ മേലാവസിച്ച് സഭ ലോകത്തിലേക്ക് പരന്നുവല്ലോ. കർത്താവേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ ബലപ്പെട്ട്, ആത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലായി കർത്താവെ ഞങ്ങളും ദൈവനാമത്തിൽ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിന്റെ ആശ്വാസത്തിനും നിന്റെ വിടുതലിനും നിന്റെ കാവലിനും കരുതലിനുമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, ഞങ്ങളുടെ സഭകളുടെ മേലും, സകല ദേശത്തിനു മേലും വന്നിറങ്ങി എല്ലാവരെയും ശക്തീകരിച്ച്, എല്ലാവരെയും ആശ്വസിപ്പിച്ച്, ഒരേ ആത്മാവിൽ ഒരേ ചിന്താഗതിയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ തുണയ്ക്കണമേ. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു, രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ യേശു കർത്താവിനെ നമുക്കൊരു പാട്ടുപാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. Dore
ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സ്തുതികൾക്ക് യോഗ്യനായ യേശു കർത്താവിനെ നമുക്ക് ചേർന്ന് സ്തുതിച്ച് മഹിമപ്പെടുത്താം. രണ്ടാമത്തെ സ്തുതിലിത്താനി നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അന്വേഷിച്ച ജനവും അവന്റെ കൈക്കിലെ ആളുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെളിപ്പുള്ളവരും നമ്മുടെ ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സിലാതെയും സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നോങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ലോകത്തിന്റെയും പ്രത്യാശയായ യേശു തമ്പുരാനെ, നിന്നെ ആരാധിക്കുവാൻ കുടുംബമായും വ്യക്തികളായും ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. നിന്നെ ആരാധിക്കുന്നത്, നിന്റെ മുൻപാകെ ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദവും ആശ്വാസവും സമാധാനവും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അടിയങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധന ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ദേശത്തിനും ദൈവരാജ്യത്തിന്റെ വർധനവിനുമൊക്കെ മുഖാന്തരമാക്കണമേ. ദൈവാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകും. നമ്മുടെ ഹൃദയങ്ങളെ അനുതാപത്തോടെ ഒരുക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ പരമേൽപ്പിക്കാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. സകല ലോകത്തിന്റെയും അകൃത്യങ്ങളെ ക്ഷമിക്കണമേ എന്ന്
സർവശക്തനായ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപങ്ങളുടെ മോചനവും മാപ്പും തരുന്ന യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ നമുക്ക് ഭരമേൽപ്പിക്കാം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷം ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കുകയും കൂടെ വായിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യാം. ഇന്നത്തേക്ക് വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞുമിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു.
വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ 104 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 104 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളയിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്നും മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദപാഠം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർദ്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോനിക്കയിലും പൊന്തോസിലും ആസ്യയിലും ഫ്രുഗ്യയിലും പംഫൂലിയയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇവിടെ രണ്ടാം വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെ. യേശു പറഞ്ഞത്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും.
അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയുണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുക കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുകയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ചവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സന്തോഷിക്കാം, കീർത്തിച്ചു ഘോഷിക്കാൻ സ്തുതി. വാദ്യത്തോടു ചേർത്തു നിൻ സ്വരം, ഹല്ലേലൂയ ഗീതം പാടുക. കർത്തനിൽ ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ ആർത്തു സന്തോഷിക്കാം.
നിർജീവമായ തകർന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിനെ പകർന്ന് ജീവനുള്ളവരും ചൈതന്യമുള്ളവരും പ്രത്യാശയുള്ളവരുമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നിന്റെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ധൈര്യവും ബലവും ഒക്കെ തരണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ നാമത്തിൽ കർത്താവിന് സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സഭ അതിന്റെ പെന്തക്കോസ്ത് ദിനമാണ് ഇന്ന് ആചരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ സഭയ്ക്ക് ജീവൻ ലഭിച്ച അനുഗ്രഹീതമായ ഒരു ദിനമായി പെന്തക്കോസ്തിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയി. അവിടെ നിന്നും പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് അവന് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി പിരിഞ്ഞു. അങ്ങനെ സഭ ലോകത്തിൽ വ്യാപിച്ചു. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധ്യാനമാണ് പെന്തക്കോസ്ത് ദിനത്തിൽ സഭ ചെയ്യുക. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത അവകാശമാണ്. പരിശുദ്ധാത്മാവായ ദൈവം ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവായ ദൈവം അഡ്വക്കേറ്റ് ആണ്. പരിശുദ്ധാത്മാവായ ദൈവം ജീവൻ പകരുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവായ ദൈവം പ്രപഞ്ചത്തിന്റെ ഊർജസ്രോതസ്സായി എല്ലാത്തിനെയും പുതുക്കുന്ന, ശക്തീകരിക്കുന്ന, പവിത്രീകരിക്കുന്ന ദൈവത്തിന്റെ നിത്യമായ സാന്നിധ്യമാണ്. ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക ജീവിതത്തിലെ ഭാഗ്യകരമായ അനുഭവം. അതുകൊണ്ട് സഭയായി, വ്യക്തികളായി നാം പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ആ ധൈര്യത്തിന്റെ ആത്മാവിനെ, ആ പ്രത്യാശയുടെ ആത്മാവിനെ, ആ പുതുക്കത്തിന്റെ ആത്മാവിനെ, ആ വിശുദ്ധീകരിക്കുന്ന ആത്മാവിനെ എന്റെ മേലും പകരുന്ന എന്നെയും ധൈര്യമുള്ളവനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമുക്ക് ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര കാണുന്ന പ്രവാചകനെ കുറിച്ചും പ്രവാചകനെ നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതം പോലെ ഇറങ്ങി വരുന്ന ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചും നമുക്ക് പ്രസ്തുത വേദപുസ്തക ഭാഗത്ത് കാണുവാൻ കഴിയും. ഉണങ്ങിയ അസ്ഥികൾ മരുഭൂമിയുടെ താഴ്വരയിൽ ചിതറിക്കിടക്കുന്നതായിട്ട് യെഹെസ്കേൽ പ്രവാചകൻ ദർശനം കാണുകയാണ്. അതാരാണ് ഉണങ്ങിയ അസ്ഥികൾ എന്ന്, ആരാണ് ചിതറിക്കിടക്കുന്ന അസ്ഥികൾ എന്ന്, ആരാണ് ജീവനില്ലാതെ ബന്ധം വേർപെട്ട് നെല്ലിൽ കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ എന്ന് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. അതിന്റെ 11-12 വാക്യങ്ങളിൽ ആരാണ് ഉണങ്ങിപ്പോയ ഈ അസ്ഥികൾ എന്ന് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാണ്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ ജനതയുടെ അനുഭവത്തെ കുറിച്ചുള്ള ഒരു പരാമർശമായിട്ട് നമുക്കവിടെ അതിനെ കാണാൻ പറ്റുന്നുണ്ട്. BC ക്രിസ്തുവിന് മുൻപ് 597 അവര് ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നു. ആ പ്രവാസകാലത്ത് അവർക്ക് എല്ലാം സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു,
സ്വന്തം സംസ്കാരം പോയി, സ്വന്തം ജീവിതത്തിന് അസ്തിത്വം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തിരികെ വരുവാൻ പറ്റുമോ എന്ന് തന്നെ എന്നെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ജനതയുടെ വിലാപത്തെ കുറിച്ചാണ് അവിടെ കാണാൻ കഴിയുക. രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന്, കമ്മ്യൂണൽ ലാമെന്റ് ഫോർ ഡെലിവറൻസ്, വിമോചനത്തിന് വേണ്ടി ഒരു സമൂഹമായി ഒന്നിച്ചുള്ള വിലാപമാണ് അവിടെ കാണാൻ കഴിയുക. രണ്ടാമതായി, യഹോവയായ ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുമെന്നുള്ള പ്രവാചകന്റെ പ്രത്യാശ ഉൾക്കൊള്ളുന്ന വചനം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, അവിടെ ജനമെല്ലാം ഉണങ്ങിയ അസ്ഥി പോലെ ബന്ധങ്ങളൊക്കെ അറ്റുകിടക്കുന്നതായി നിരാശ ബാധിച്ച് ഇനി സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റുമോ, ഇനി സ്വാതന്ത്ര്യം ഉണ്ടാകുമോ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ, ഈ പ്രതിസന്ധികൾക്ക് എന്നാണ് ശമനം ഉണ്ടാകുക, എന്നാണ് ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ സാധിക്കുക എന്നൊക്കെയുള്ള ആകുലതയിൽ ഒരു ജനം കഴിയുന്നു. ഇവിടെ ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അസ്ഥികൾ എന്ന് പറയുന്നത് ജീവിതത്തെ അല്ലെങ്കിൽ ശരീരത്തെ നേരെ നിർത്തുന്ന ഒരു ഘടകമാണ്. ബോൺ പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ ബോഡി. ശരീരത്തിന് ഷേപ്പും ആരോഗ്യവും നിൽക്കാനുള്ള കഴിവുമൊക്കെ നൽകുന്ന ഒന്നാണ് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലുകൾ, അസ്ഥികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നിൽക്കുവാൻ പറ്റുന്നില്ല, അവർക്ക് ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷകളൊന്നുമില്ല, ശരീരത്തെ അവർക്ക് സംരക്ഷിക്കുവാൻ പാകങ്ങളൊന്നുമില്ല. അങ്ങനെ ഇസ്രായേൽ ജനം ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നതായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകനെ യഹോവ എന്ന് വിളിക്കുന്ന മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ജനതയാണ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും രോഗാതുരമായ അവസ്ഥകളിലുമൊക്കെ കടന്നു പോകുന്ന, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു ജനത ഇങ്ങനെയാണ്. പ്രത്യാശ അറ്റുപോയ ഒരു ജനത ഇതുപോലെയായിരിക്കും, തകർന്ന് നുറുങ്ങി നിരാശപ്പെട്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു ജീവിതാനുഭവം. അക്ഷരാർത്ഥത്തിൽ ലോകം ആ ഒരു അവസ്ഥയിലാണ്. നിരാശ കൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വന്നതുപോലെ എന്ന് ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്ന ഒരു ജനതയായി ലോകമെന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതിന് ഈ പ്രസ്തുത വേദപുസ്തക ഭാഗത്ത് ചില പ്രയോഗങ്ങൾ, ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ പ്രസക്തമാണ്. നമുക്ക് അതിലൂടെ ഒന്ന് ധ്യാനം കടത്തിവിടാം. ചരിത്രം നിയന്ത്രിക്കുന്ന വീണ്ടെടുപ്പുകാരനായ ജനതയുടെ കഷ്ടത കണ്ട് ഇറങ്ങി വരുന്ന, അവരെ വിടുവിക്കുന്ന, അവരുടെ പ്രയാസങ്ങളിൽ നിന്നും അകന്നു നിൽക്കാതെ അവരുടെ ജീവിതത്തിന്റെ ദുരവസ്ഥ കണ്ട് അവര് വീണ്ടെടുക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ എസ്കേൽ പ്രവാചകൻ നൽകുന്നത് നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. 37-ാം അധ്യായത്തിന്റെ വാക്യം 1 ഇങ്ങനെ പറയുന്നു: യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ഒരു വലിയ പ്രയോഗമാണ്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ വീണ്ടെടുക്കാനുള്ള അവകാശം, ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ കരുതൽ, അവരെ മാറോട് ചേർത്തെടുക്കാൻ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ ദൈവത്തിന്റെ കൈ എന്ന പ്രയോഗത്തിനകത്ത് ഉണ്ട്. യഹോവയുടെ കൈ അതൊരു പ്രവാചകന് പ്രചോദനം കൊടുക്കുന്ന ഒരു ഘടകമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന് 5-ലും 24-ാം വാക്യത്തിലും വിശുദ്ധ വസ്തുക്കളെ നെബൂഖദ്നേസറിന്റെ ആൾക്കാര് നിശുദ്ധമാക്കിയപ്പോൾ അന്ന് രാത്രി യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന പൊൻപാത്രങ്ങളിലും വെള്ളിപ്പാത്രങ്ങൾ, ആലയത്തിലെ പാത്രങ്ങൾ, വിശുദ്ധമായ വസ്തുക്കളെ എടുത്ത് അതിനകത്ത് മദ്യം പകർന്ന് അവര് കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുവരിൽ ഒരു എഴുത്തിങ്ങനെ വന്നു. സ്ക്രീൻ ബോർഡിൽ എഴുതി കാണിക്കുന്ന ഒരു എഴുത്ത് വന്നു. ന്യായവിധിയെ കുറിച്ച് എഴുതുന്ന ദൈവം. തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റായത് ചെയ്യുമ്പോൾ, വിശുദ്ധമായതിനെ അശുദ്ധമാക്കുമ്പോൾ ന്യായവിധി എഴുതുന്ന ദൈവത്തിന്റെ കൈ ഉണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21-ന്റെ 1-ാമത്തെ വാക്യത്തിൽ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ
നീർത്തോട് കണക്ക് ഇരിക്കുന്നു. രാജാക്കന്മാരെ, ഈ ഭൂമിയിലെ ഭരണാധികാരികളെ യഹോവയായ ദൈവം ഉള്ളം കരുത്തിൽ വഹിക്കുന്നു. എന്നിട്ടോ ദൈവത്തിന്റെ മക്കളുടെ ആവശ്യത്തിനനുസരിച്ച് അവൻ ഇഷ്ടമുള്ളയിടത്തേക്ക് അതിനെ തിരിക്കുന്നു. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് പോലെ ഇരിക്കുന്നു. എങ്ങോട്ടാണോ ചിരിക്കുക അങ്ങോട്ട് വെള്ളം ഒഴുകും. അത്രയ്ക്കും ഭദ്രമായി ദൈവകരങ്ങളിൽ വഹിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, അതിക്രമം ചെയ്യുന്നവനെതിരെ ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കും. ദൈവത്തിന്റെ കൈ അതിക്രമക്കാരെതിരെ പ്രവർത്തിക്കും. 139-ാം സങ്കീർത്തനം വാക്യം 5, മുൻപും പിമ്പും എന്നെ അടച്ച് ദോഷമൊന്നും കൂടാതെ എന്നെ കാവലണയ്ക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് എന്ന് ഭക്തനായ മനുഷ്യൻ, സങ്കീർത്തനക്കാരൻ പറയുന്നു. അവൻ മുൻപും പിൻപും എന്നെ അടച്ചിട്ട് അവന്റെ കൈകൾക്കുൾ എന്നെ സുരക്ഷിതമായി പരിപാലിക്കുന്നു. 139-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്നെ നടത്തുന്ന ദൈവം, എന്നെ കരം പിടിച്ച് കൂടെ നടക്കുന്ന ദൈവമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ, ദൈവത്തിന്റെ കൈ നീതിയുള്ള കൈയാണ്. ദൈവത്തിന്റെ കൈ നീതിമാന്മാരുടെ കൂടെ ഇരിക്കുന്ന കൈയാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓർക്കുക. അങ്ങനെ ദൈവശക്തിയുടെ ഉറപ്പായ അടയാളമാണ് ദൈവത്തിന്റെ കൈ. ദൈവകരങ്ങളിൽ വിനയത്തോടെ, ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മെ ഏൽപ്പിക്കുക. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ അധികാരമുള്ള കൈ, ഉറപ്പായ അനുഗ്രഹത്തിന്റെ ദൈവശക്തിയുടെ അടയാളമാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് നമുക്ക് ബലം പകരുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ കൈയാണ്. ഉൽപ്പത്തി പുസ്തകം 1:20 പറയുന്ന നമ്മെ സൃഷ്ടിച്ച കൈയാണ്. ദൈവത്തിന്റെ കൈവേലയാണ് നാം ഓരോരുത്തരും എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ മെനഞ്ഞ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ കൈയാണ് അത്. ഉൽപ്പത്തിയിൽ പറയുന്നത് ആദാമിന്റെ വാരിയിൽ തുറന്ന് അവിടുന്ന് ഒരെണ്ണെടുത്ത് സ്ത്രീയെ മെനഞ്ഞ, ശസ്ത്രക്രിയ ചെയ്ത് അല്ലെങ്കിൽ ജീവിതത്തെ മെനഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ കൈയെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 പറയുന്നത് അനുതപിക്കുന്നവരെ, പാപത്തിൽ നിന്നും അനുതപിക്കുന്നവരെ വീണ്ടെടുക്കുന്ന ദൈവമാണെന്നും, അതുപോലെ തന്നെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൈയുണ്ട്. ഓർക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകൾ രണ്ടിലും ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു. കാരണം അവൻ നമുക്ക് വേണ്ടി മുറിവുകൾ ഏറ്റവനാണ്, നമ്മെ സ്നേഹിച്ചവനാണ് യേശു കർത്താവ്. അതുകൊണ്ട് പറയുകയാണ്, യഹോവയുടെ കൈ, ദൈവത്തിന്റെ കൈ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അവന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ നമ്മെ ബലപ്പെടുത്തുന്ന യഹോവയുടെ കൈ ഇന്നും അന്നും ഉണ്ട് എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നമുക്ക് തരുന്നൊരു ഉറപ്പെന്ന് പറയുന്നത്, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തി എന്നാണ് പ്രവാചകൻ പറയുക. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തി എന്ന് പ്രവാചകൻ പറയുന്നത് ശക്തമായ ഒരു പ്രയോഗമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തി എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉണങ്ങി വരേണ്ട പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതാവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കും. ഉണങ്ങി വരണ്ട, ബന്ധം വേർപെട്ടുപോയ, ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുക. അതായത് ഇസ്രായേൽ ജനം സ്വന്തം നാടില്ല, സ്വന്തം വീടില്ല, ചുറ്റുപാടുകളില്ല, സംസ്കാരമില്ല, ആരാധനയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ ജനതയ്ക്ക് ഒരു പ്രത്യാശ ഉണ്ടാകുമോ? ഒരു മടങ്ങിവരവുണ്ടാകുമോ? ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, നിരാശ കൊണ്ടുപോയ ജീവിതങ്ങൾക്ക് ചൈതന്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഈ പ്രതികൂലങ്ങൾ മാറി ഒരു ശുഭകരമായ ഭാവി ആഗതമാകുമോ എന്ന് നമുക്ക് ചോദിക്കാം. പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെടുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു, ജീവൻ ലഭിച്ചു, ചൈതന്യം ഉണ്ടായി എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവാണ് എന്ന്
പ്രവാചകനായ യെശയ്യാവ് 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്നു. അത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാണ്, ആലോചനയുടെയും വിവേകത്തിന്റെയും ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്. തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ ജ്ഞാനമുണ്ടാകും, വിവേകമുണ്ടാകും, ആലോചന ലഭിക്കും, പരിജ്ഞാനം പ്രാപിക്കും, യഹോവയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് ചൂട് പകരുന്ന, സൃഷ്ടി രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവശക്തിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേദപുസ്തകത്തിലുടനീളം ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 31-34, 30-31 പറയുന്ന ബെസലേൽ എന്ന് പറയുന്ന മനുഷ്യന് മൾട്ടി സ്കില്ല്, ബഹുവിധത്തിലുള്ള കഴിവുകൾ നൽകിയ, നൈപുണ്യം നൽകിയ ദൈവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 4:14 പറയുന്നു, ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കേണ്ടി വന്നാൽ ഓർത്തുകൊള്ളുക, മഹത്വത്തിന്റെ ദൈവാത്മാവ് നമ്മുടെ മേൽ വസിക്കുക തന്നെ ചെയ്യും. ക്രിസ്തുവിന് വേണ്ടി ദൈവനാമത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ ഓർക്കുക, മഹത്വത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് ആവസിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പ്രവാചകനായ എഹെസ്കേലിനെ നടത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രയാസം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലും നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ശക്തി പകരുവാൻ, നമുക്ക് ആശ്വാസമേകുവാൻ, നമുക്ക് ജീവന്റെ ചൈതന്യം പകരുവാൻ, സൃഷ്ടിയുടെ മേൽ, വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച അമ്മക്കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ അടയിരുന്ന, നമ്മെ പൊതിഞ്ഞ് ജീവനേകുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകുവാൻ ഇന്നുമുണ്ട് എന്നത് എത്രയോ പ്രത്യാശ തരുന്ന ഒരു ചിന്തയാണ്. ദൈവം നമ്മെ ആ വിധത്തിലും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മൂന്നാമത് അവിടെ പറയുന്ന വേറെ കാര്യം, യഹോവയായ കർത്താവെ നീ അറിയുന്നു. ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അതിന് അനുവാദം കൊടുക്കുന്നു. ദൈവം ഒന്നും അറിയാൻ സംഭവിക്കുന്നു. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നതിൽ ദൈവം അത് നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുമെന്ന് യോബിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം അറിയാതെ ദൈവമക്കൾക്കൊന്നും സംഭവിക്കുന്നില്ല. 139-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ, ദൈവം എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, എന്റെ നിരൂപണം എത്ര ദൂരത്ത് നിന്നായാലും, അടുത്തു വരണമെന്നില്ല യഹോവയ്ക്ക്, എത്ര ദൂരത്ത് നിന്നാലും അവനത് അറിയുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതും ഹൃദയത്തിൽ കരുതുന്നതുമില്ല യഹോവ ദൈവം എത്ര ദൂരത്താണെങ്കിലും അറിയുന്നു. അവൻ നമ്മെ എക്സാമിൻ ചെയ്യുന്നു, ശോധന ചെയ്യുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുക. സദൃശവാക്യങ്ങൾ 5:21 പറയുന്നു, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. നാം പോകുന്നിടങ്ങളൊക്കെ, സഞ്ചരിക്കുന്ന വഴികളൊക്കെ, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ യഹോവ അറിയുന്നു എന്നത് അവൻ നമ്മെ കുറിച്ച് എത്ര കരുതലുള്ളവനാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:9 ഇങ്ങനെ പറയുന്നു, നമുക്ക് നല്ലത് എന്തെന്ന് യഹോവ അറിയുന്നു. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് എന്താണെന്ന് യഹോവയ്ക്കറിയാം. അത് അവൻ നമുക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മുടെ ധർമ്മം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 പറയുന്നു, യഹോവയെ വിളിച്ചപേക്ഷിക്കുക, അവൻ നമുക്ക് അഗോചരമായത്, നമുക്ക് അറിവില്ലാത്തതിനെ, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതിനെ, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിനെ, അഗോചരമായതിനെ, നമുക്ക് കണ്ടെത്താനോ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അവൻ നമുക്ക് പറഞ്ഞു തരും. യഹോവയോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് കർത്താവേ ഈ പ്രയാസങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ യഹോവ നമുക്ക് തരും. ദൈവം നമ്മെ കുറിച്ച് അറിയുന്നവനാണ് എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും നാം കടന്നു പോകുന്ന പ്രയാസവേളകളിലൊക്കെ നമ്മെ ഒരിക്കലും ദൈവം കൈവിടുന്നില്ല, നമ്മെ അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന, ശോധന ചെയ്യുന്ന, വിലയിരുത്തുന്ന, മനസ്സിലാക്കുന്ന, നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നത് എത്ര സന്തോഷകരമായ
ഒരു കാര്യമാണെന്ന് ഓർക്കുക. അങ്ങനെയാണ് ആ ഇസ്രായേൽ മക്കളുടെ പ്രതിസന്ധികളിൽ നിന്ന്, നിരാശയിൽ നിന്ന് അവരെ ദൈവം ഒരു ജനതയായി പുതിയ ജീവിതാനുഭവത്തിലേക്ക്, ഒരു പുതിയ ഉണർവിലേക്ക്, ഒരു പുതിയ ആത്മീയ ഉന്മേഷത്തിലേക്ക്, ഒരു പുതുക്കത്തിലേക്ക് അവരെ നയിക്കുന്നത്. തീർച്ചയായും ഈ നാളുകളിൽ നമ്മുടെ നിരാശകൾ മാറ്റി, സങ്കടങ്ങൾ മാറ്റി, ഒരു ആത്മീയ നവീകരണം, ഒരു ആത്മീയ പുതുക്കം, ഒരു ആത്മീയ ചൈതന്യം പ്രാപിക്കേണ്ടുന്നത് അനിവാര്യമാണ്. പ്രാർത്ഥനയോടുകൂടി നാം അതിൽ ജാഗരിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തരുന്ന ഉറപ്പാണ്. പിന്നീട് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ശക്തി അവയുടെ മേൽ വന്നു എന്നുള്ളതാണ്. ദൈവം അവർക്ക് ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. അല്ലെ, ഉണങ്ങിയ അസ്ഥികളോട് പ്രവാചകനോട് ഇങ്ങനെ ചോദിക്കുന്നു, പ്രവാചക, ദൈവത്തിന്റെ പുത്ര, ദൈവത്തിന്റെ മനുഷ്യന്റെ പുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? എഹെസ്കേലിന് ഒരു ഉത്തരം പറയാനുണ്ടായില്ല. പക്ഷേ എഹെസ്കേലിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, യഹോവേ നീ അറിയുന്നു, നിനക്കറിയാം. നമ്മുടെ വിശ്വാസം അതാ. നമുക്കെല്ലാം അറിയണമെന്നില്ല, പക്ഷേ നമുക്കൊരു കാലത്ത് ഉറപ്പുണ്ടാകണം, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന് കൃത്യമായ പദ്ധതികളുണ്ട്, കൃത്യമായിട്ട് അറിവുണ്ട്. അവനറിയാം ഇതെങ്ങനെയായി തീരുമെന്നും എങ്ങനെയായി തീരണമെന്നും. അതുകൊണ്ട് പറയണം, ദൈവമേ നീ അറിയുന്നു, നിന്റെ ഹിതം പോലെ, നിന്റെ ഇഷ്ടം പോലെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞങ്ങളെയും കൂടി മുഖാന്തരങ്ങളാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് പറയുന്ന ഒരു കാര്യം, യഹോവ ജീവൻ തരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഉൽപ്പത്തി 2:7 പറയുന്നത് അല്ലെ, പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് മൂക്കിൽ ജീവന്റെ ശ്വാസം നൽകിയവനാണ് ദൈവം. നമുക്കെല്ലാം ജീവൻ തന്നിരിക്കുന്നത് ദൈവമായ കർത്താവാണ്. നമ്മുടെയൊക്കെ ജീവൻ ദൈവത്തിന്റെ ദാനം, വേറെ കിട്ടിയതല്ല, മറിച്ച് ദൈവം നൽകിയതാണ് ഈ ജീവൻ. ദൈവത്തിന്റെ വിലയേറിയതാണ് ഓരോ ജീവിതങ്ങളും. അതുകൊണ്ട് ദൈവം നൽകിയ ജീവിതം കൊണ്ട്, ജീവൻ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ധർമ്മം. ദൈവം നമുക്ക് ജീവൻ തന്നുവെങ്കിൽ അവൻ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം ജീവൻ ഹനിക്കുന്നവനല്ല ദൈവം, മറിച്ച് ജീവനെ കരുതുന്നവനാണ്. യോബിന്റെ പുസ്തകം 33-4 ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് എനിക്ക് ജീവൻ തന്നു എന്ന് യോബ് പറയുക. ദൈവാത്മാവ് എനിക്ക് ജീവൻ തന്നു എന്ന്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-25 എല്ലാവർക്കും ജീവൻ നൽകുന്നവൻ യഹോവയായ ദൈവം എല്ലാവർക്കും ജീവൻ തരുന്നു. അവന് യാതൊന്നിനും മുട്ടില്ല. അവൻ ആരുടെയും പോയിട്ട് ഒന്നിനെ ഇരക്കുന്നില്ല. കാരണം അവൻ എല്ലാ കാര്യത്തിലും സഫീഷ്യന്റ് ആണ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് അവൻ നമുക്ക് ജീവൻ തരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരിക. നമ്മുടെ പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ നമുക്ക് പുതുജീവൻ നൽകിയതിനെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. കർത്താവിന് പ്രിയപ്പെട്ട മക്കളെ, ഈ പെന്തക്കോസ്ത് ദിനത്തിൽ അവന് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. അതൊരു ഉറപ്പുള്ള വാഗ്ദാനമായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കുക, എന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ആത്മാവ് ശക്തിയുടെ, ബലത്തിന്റെ, ആശ്വാസത്തിന്റെ, വിടുതലിന്റെ, ധൈര്യപ്പെടുത്തലിന്റെ, അയക്കലിന്റെ ഒക്കെയും നിയോഗപ്പെടുത്തുന്ന ആത്മാവായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രതികൂലങ്ങളിൽ നാം കടന്നു പോകുന്ന പ്രയാസങ്ങൾ ഓർക്കുക, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ചൈതന്യമുള്ളവരായി, ധൈര്യമുള്ളവരായി ആശ്വാസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ദൈവത്തിന്റെ കൈ, അത്ഭുതകരമായ കൈ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ ചരിത്രം അവന്റെ കരങ്ങൾ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ യഹോവയുടെ ആത്മാവ് ഇന്നുമുണ്ട്. ഈ പ്രപഞ്ചത്തിന് രൂപം പകരുന്ന ദിവ്യാത്മാവ് ഇന്നും ഇവിടെ പരിവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്, യഹോവയെ കർത്താവ് എന്നെയും നമ്മളെയും ഈ ലോകത്തെയും അറിയുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് കൃത്യമായിട്ട് അറിയാം. അത്യുന്നതിന് അറിവുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നു. ദൈവമില്ലാത്ത മക്കൾ ചോദിക്കുന്നത് എങ്ങനെയാ? അത്യുന്നതിന് അറിവുണ്ടോ? അത്യുന്നതൻ കാണുന്നുണ്ടോ? ഓർക്കുക, അത്യുന്നതിന് അറിവുണ്ട്, അത്യുന്നതൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മെ കാണുന്ന, അറിയുന്ന, എത്ര ദൂരത്താണെങ്കിൽ പോലും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യഹോവ ജീവൻ തരുന്നവനാണ്, ജീവൻ എടുക്കുന്നവനല്ല. ദൈവത്തിന്റെ ധർമ്മം ജീവൻ എടുക്കുകയില്ല, മറിച്ച് ജീവൻ നൽകുകയാണ്. അതുകൊണ്ട് ആ ദൈവം നമ്മുടെ ജീവിതങ്ങളെ കരുതുമെന്ന് ഓർക്കുക. അവൻ നമ്മെ വീണ്ടെടുക്കുന്നവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അവസാനം പ്രവാചകനുണ്ട്. കർത്താവ് നിങ്ങളെ വീണ്ടെടുക്കും. പ്രവാസത്തിൽ നിന്നും ആ ജനതയെ മടക്കിക്കൊണ്ടുവരുന്ന
ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. നാം കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് യഹോവ ദൈവത്തിന് മടക്കിക്കൊണ്ടുവരാൻ കഴിവുകൊണ്ട് നാം ദൈവത്തിന്റെ പ്രിയജനമായി ദൈവത്തെ മാനിച്ചും സേവിച്ചുമൊക്കെ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ദൈവം വീണ്ടെടുക്കും, ദൈവം പുതുക്കും, ദൈവം ശക്തീകരിക്കും, ദൈവം നമ്മെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അങ്ങനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചേർന്ന് നമ്മുടെ വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവ്വശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. പരിശുദ്ധാത്മദാതാവും പുതുക്കത്തിന്റെ ഉറവിടമായ കൃപാലുവായ ദൈവമേ, പെന്തക്കോസ്ത് നാളിൽ പ്രകടമായ അടയാളമായ അഗ്നിനാവുകളിലൂടെയും കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിലൂടെയും ജീവദാതാവായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ ദർശനം ഞങ്ങളുടെ പൂർവികർക്കും നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മശക്തിയാൽ നിരന്തരം പുതുക്കുവാനും നിന്നോടുള്ള പ്രാർത്ഥനയിലൂടെ പെന്തക്കോസ്തിന്റെ ശക്തി സംഭരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിമോചനത്തിന്റെ സന്ദേശം എപ്പോഴും പ്രഖ്യാപിക്കുവാനും ഭയം കൂടാതെ സ്നേഹത്തോടും ആർദ്രതയോടും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവ്, ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തെ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ എവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ചു വരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം
ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കേണമേ നിഞ്ജനം ഉണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കേണമേ നിഞ്ജനം ഉണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കർത്താവിന്റെ പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പരിപാലിക്കുന്നു. ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമുക്ക് ജീവൻ തരുന്നു. ദൈവം നമ്മെ വീണ്ടെടുക്കുന്നു. നമുക്ക് പുതുശക്തി തരുന്നു. നിരാശകൾ അകറ്റുന്നു. ധൈര്യം തരുന്നു. പുതിയ ഉണർവ് തരുന്നു. ഉന്മേഷം തരുന്നു എന്ന പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നല്ലോ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ ഫലമേൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. യേശുവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു.
നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ നിന്റെ മുൻപാകെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്തു വരുന്നു. പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗം സ്വീകരിക്കണമേ. യേശു കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് മാനിക്കണമേ. ഞങ്ങൾ ദൈവത്തിന്റെ സ്നേഹമുള്ളവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവ വഴിയിൽ നടക്കുന്നവരായി, ദൈവകൃപ പ്രാപിക്കപ്പെട്ടവരായി, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി തീരേണ്ടതിന് ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കേവലം ക്രിസ്തുവിശ്വാസികളായിട്ടല്ല, പേരിന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ട് പോലും കർത്താവിനെ മഹത്വപ്പെടുത്തി ഉണങ്ങിയ അസ്ഥികളെ പോലെ, പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെയല്ല, പ്രത്യാശയുള്ളവരായി, ദൈവശക്തിയുള്ളവരായി, ദൈവാത്മാവിൽ നിറയപ്പെട്ടവരായി, ചൈതന്യമുള്ളവരായി ജീവിക്കുവാൻ കർത്താവായ ദൈവമേ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. നിരാശ പൂണ്ട, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന ഈ ലോകത്തിന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? മാറ്റമുണ്ടാകുമോ? വിടുതലുണ്ടാകുമോ? ചൈതന്യമുണ്ടാകും ചോദിക്കുമ്പോൾ യഹോവേ നീ അറിയുന്നു, ദൈവമേ നീ അറിയുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ ഇതിനെ നിയന്ത്രിക്കുമെന്ന്. അടിയങ്ങൾ കടന്നു പോകുന്ന ലോകത്തിന്റെ വിഷമതകളുടെ മധ്യേ നിന്റെ ആശ്വാസത്തെ പകരണമേ. കർത്താവ് അറിയുന്നു, കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്നു, കർത്താവ് ജീവനെ തരുന്നു. കർത്താവേ നിനക്ക് സ്തോത്രം. ലോകം കടന്നു പോകുന്ന ഈ പ്രയാസ വഴികളിലൊക്കെ കർത്താവിന്റെ ആശ്വാസം ഉണ്ടാകണമേ. ഞങ്ങൾ കടന്നു പോകുന്ന കോവിഡിന്റെ പ്രയാസങ്ങളിൽ, ഈ മഹാമാരിയുടെ മധ്യത്തിൽ കർത്താവേ ഇതിന് മാറ്റമുണ്ടാകുമോ? യഹോവേ നീ അറിയാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവേ, കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ അകൃത്യങ്ങളിൽ പൊറുക്കണമേ. ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള ബലഹീനതകളും പൊറുക്കണമേ. നിന്നെ മറന്നു ജീവിക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളെ പൊറുക്കണമേ. നിന്റെ പേര് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കലാപങ്ങളെയും, എല്ലാ യുദ്ധങ്ങളെയും, എല്ലാ തരത്തിലുള്ള മതമൗലികവാദത്തെയും കർത്താവ് പൊറുക്കണമേ. നിന്നെ യഥാർത്ഥമായി അറിയുവാൻ, നീ ജീവനുള്ള ദൈവമാണെന്നും സ്നേഹമുള്ള ദൈവമാണെന്നും നീ കൊല്ലുന്നവനല്ല സ്നേഹിക്കുന്നവനാണെന്ന് കരുതി തിരിച്ചറിയാനും ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകം കടന്നു പോകുന്ന ഈ ആതുരതകളുടെ മധ്യേ, ഈ പ്രയാസങ്ങളുടെ മധ്യേ നിന്റെ സൗഖ്യത്തിനായി അപേക്ഷിക്കുന്നു. യേശുവേ നാഥ, കടന്നു വരണമേ, ലോകത്തെ സൗഖ്യമാക്കണമേ. രോഗികളായിരിക്കുന്ന മക്കളെ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ. പലവിധമായ മാറാവ്യാധികൾ, പലവിധമായ രോഗങ്ങൾ, പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ് കർത്താവേ. ആതുരമായ ലോകത്തിന്, രോഗാതുരമായ ജീവിതങ്ങൾക്ക് സൗഖ്യമേകുവാൻ നിന്റെ കരം നീട്ടണമേ. ആണിപ്പാളുടെ കരം നീട്ടി എല്ലാവരും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡ് ബാധിതരായിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു, ദേശങ്ങളെ ഓർക്കുന്നു, ലോകത്തെമ്പാടുമുള്ള മക്കളെ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. ആരോഗ്യ മേഖലയിൽ രോഗസൗഖ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് കർത്താവെ. ദൈവത്തിന്റെ കരങ്ങളാണ്, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നു. കർത്താവെ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലൂടെ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കണമേ. ബെസലേലിനും ഒഹോലിയാവിനും സർവജ്ഞാനവും നൽകിയ സർവജ്ഞനായ, സർവകൃപാലുവായ, സ്നേഹവാനായ, ബലവാനായ പരിശുദ്ധ ദൈവമേ, ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരിലൂടെ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കണമേ. സൗഖ്യമാക്കുന്ന കരം, വീണ്ടെടുക്കുന്ന കരം, ബലപ്പെടുത്തുന്ന കരം, സൗഖ്യമേകുന്ന ദൈവത്തിന്റെ അത്ഭുതമായ കരങ്ങളായി പ്രവർത്തിപ്പാൻ ആരോഗ്യ മേഖലയിലെ മക്കളെ കർത്താവ് ഉപയോഗിക്കണമേ. അവരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. കർത്താവിലൂടെ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ദൈവമായ കർത്താവ് അവരെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും കുടുംബങ്ങളിലുമൊക്കെ രോഗികളായിരിക്കുന്ന മക്കളുണ്ട്, സൗഖ്യത്തെ അയക്കണമേ. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പലവിധമായ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. ഈ രോഗം മൂലം പുറത്തിറങ്ങാൻ പറ്റാതെ, ജോലി ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ കടന്നു പോകുന്നവരുണ്ട്, നിരാശപ്പെടുന്ന മക്കളുണ്ട്, മാനസികമായി തകർന്നവർ, നുറുങ്ങിയവരുമുണ്ട്. നിന്റെ ആത്മാവിനെ പകരണമേ. ജീവൻ തരുന്ന ആത്മാവ്, ചൈതന്യം പകരുന്ന ആത്മാവ്, ബലം പകരുന്ന ആത്മാവ്, മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്, അവരെ ജീവിതങ്ങളിലേക്ക് സമാധാനത്തോടെ മടക്കിക്കൊണ്ടുവന്നവരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ലോകത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ പേരിൽ മതമൗലികവാദം ചെയ്തു കൂട്ടുന്ന ഈ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, ദൈവം സ്നേഹമാണെന്നറിയുവാൻ, ദൈവം ആരും കൊല്ലുന്നില്ലെന്നറിയുവാൻ,
ദൈവം എല്ലാവരും സ്നേഹിക്കുന്നറിയുവാൻ, അങ്ങനെ സ്നേഹമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി പരസ്പരം സ്നേഹിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ മൗലികവാദം ഉയർത്തുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവരെ രൂപാന്തരപ്പെടുത്തണമേ. ഈ അസ്ഥികൾക്ക് മാറ്റം കൊടുക്കണമേ. രൂപാന്തരപ്പെട്ടു വരട്ടെ, ചൈതന്യമുള്ളവരാകട്ടെ. അവരെ നാം ഉപയോഗിക്കണമേ. ലോക സമാധാനം അപേക്ഷിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. യേശുവിന് മഹത്വം തരുന്നു, മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ നന്മകൾക്ക് സ്തോത്രം കരയേറ്റാം. പൊതുവിലുള്ള സ്തോത്രപ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സ്ഥലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ലഭിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന്, അങ്ങനെ ഞങ്ങൾ അതിൽ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണതക്കതായ ബോധം ഞങ്ങൾക്ക് തരേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളേണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാകുന്നുവെന്ന് ഞങ്ങൾ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തി ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം ഏറ്റുകൊള്ളുവിൻ. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മെ വീണ്ടെടുത്ത പുത്രനായ യേശുവിന്റെ ജീവനേകുന്ന കൃപ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കർത്താവിന്റെ മക്കളെ നമ്മോടുകൂടെ, നമ്മുടെ ഭവനങ്ങളോടുകൂടെ, ആലയത്തോടുകൂടെ, ദേശത്തോടുകൂടെ, ലോകത്തിന്റെ സൗഖ്യത്തോടുകൂടെ ഇന്നുമെല്ലാം ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ.